എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു വലിയ കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിന് ഒരു വലിയൊരു എന്താ പറയുക സ്റ്റോറി എല്ലാം ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. അപ്പം അത് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇത് എവിടെയാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അൽബഹാന്ന്, സൗദി അറേബ്യയിലെ അൽബഹാന്ന് അബഹാക്കുള്ള റൂട്ടിൻ്റെ ഇടയിൽ അൽ നമാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് ഇത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പേര് അൽ മെഗർ ഹെറിറ്റേജ് വില്ലേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് സൗദി അറേബ്യയിൽ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നുള്ളത്. ഇനി അതിൻ്റെ അകത്ത് പോയി നോക്കണം അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ കൊട്ടാരത്തിൻ്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. പിന്നെ ഇവിടെ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട്, ദാറ്റ് ഈസ് 20 റിയാൽസ്. അപ്പോൾ ഇതുവരെ കണ്ട കൊട്ടാരം പോലല്ല, ഇതൊരു അടിപൊളി കളർഫുൾ കൊട്ടാരമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ മുഹമ്മദ് അൽ മെഗർ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ അയാൾക്ക് തോന്നി എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പേരിൽ ഒരു കൊട്ടാരവും ഒരു വില്ലേജൊക്കെ വേണമെന്ന്. അങ്ങനെ അയാൾ ഫുൾ ലോകം കറങ്ങിയിട്ട് അയാൾ ഡിസൈനും കൺസ്ട്രക്ഷനൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഇത് എന്തുകൊണ്ട് ചെയ്യണം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ സ്പാനിഷ് കോട്ടേജും പാലസെല്ലാം കണ്ടിട്ട് അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതെല്ലാം ഇൻസ്പയർ ആയിട്ടാണ് അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. അപ്പം അയാൾ ഫുൾ നാട് കറങ്ങിയിട്ട് ആ ഒരു ഇതെല്ലാം പഠിച്ചെടുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്, അങ്ങനെയാണ് ഇത് അയാൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ, നിങ്ങൾക്ക് കാണുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരാൾ ഇയാളുടെ ആ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നല്ലേ അത്. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് 35 കൊല്ലം എടുത്തു. ഓക്കെ, 35 കൊല്ലവും പിന്നെ 80 മില്യൺ സൗദി റിയാൽ എടുത്തത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഏരിയ കാണുന്നില്ലേ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മജ്ലിസ് പോലില്ലേ. അപ്പം ഇതെല്ലാം അയാൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അയാൾ ഒരു ആഗ്രഹം, അത് ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇവിടെ ഒരു മംഗലെല്ലാം വെക്കാം, നല്ല നൈസ്. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതെല്ലാം എന്താണ് സാധനങ്ങൾ. അതും ഇതെല്ലാം ഇങ്ങനെ ഓർഗനൈസ്ഡ് രീതിയിലൊന്നല്ല വെച്ചിട്ടുള്ളത്, ഇങ്ങനെ ഹെപ്പസഡ് ആയിട്ട് ഇങ്ങനെ ഫുൾ നിരത്തി വെച്ചിരിക്കുകയാണ് ഓരോ സാധനങ്ങളും. അപ്പം ഇവിടെ കുറേ പാത്രങ്ങളെല്ലാം വെച്ച് കാണുന്നുണ്ട് എനിക്ക്. ഇതെല്ലാം എന്ത് പാത്രങ്ങൾ തന്നെ എനിക്ക് തന്നെ അറിയില്ല. കുറേ ജഗ്ഗും പിന്നെ എനിക്ക് തോന്നുന്നു കാവ് ഒഴിക്കുന്നതും പിന്നെ ഇതെല്ലാം എന്താ ഒരു ചോറുണ്ടാക്കുന്നത്. ഇത് ഇവിടെ കാണുന്നത് ഇത് നമ്മൾ ഇതല്ലേ എന്ത് വെള്ളം കോരുന്ന തുകൽ സഞ്ചി എന്നല്ലേ പറയല് ഇതിന്. അതന്നെ വെള്ളം കോരുന്ന ഇതും അതന്നെ വെള്ളം ക്യാരി ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നോക്കി, ഇത് പ്ലേറ്റും ഇതാണ് കാവാൻ്റെ മറ്റേ ജഗ്ഗും പിന്നെ നമ്മൾ ഇഞ്ചി കുത്തുന്ന പോലത്തെ സാധനം. അതാ പാൻ കേക്ക് ഉണ്ടാക്കുന്നത്, ദോശ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ അച്ചു? തോന്നുന്നു, ഒരു ഐഡിയ ഇല്ല എന്തെന്ന്. ഫുൾ മൊത്തത്തിൽ കുറേ സാധനങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈ കൊട്ടാരം. ഈ സോഫ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലോ. ലൈക്ക് ഈ ഒരു അല്ലേ, ഇതൊരു ഡിഫറെൻ്റ് ഉണ്ട്. ഐ മീൻ ഈ ക്ലോത്തും ഈ ഒരു ഡിസൈനും ഇതെല്ലാം നല്ലുണ്ട്. അപ്പം ഇതൊരു നല്ല ക്യൂട്ട് ഒരു സ്മോൾ റൂം. ഓക്കെ, ലൈക്ക് ഈ ഒരു ചെയർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു വേറെ ഒരു സാധനം നമ്മൾ ഇതുവരെ കാണാത്ത പോലത്തെ. പിന്നെ വോളെല്ലാം നല്ല കളർഫുള്ളായി പെയിൻറ്റ് ചെയ്ത് വിൻഡോസ് ഒക്കെ ആയി ഫുൾ വെളിച്ചം വരുന്ന രീതിയിലാണ് ഈ സ്മോൾ റൂം ഉള്ളത്. അതുമല്ല ഈ ഹോൾവേനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത് വേറൊരു ഹോൾവേയും ഐ മീൻ നമ്മൾ നേരത്തെ കണ്ട ഹോൾവേയും പിന്നെ ഒരു കാണാൻ പോകുന്ന ഹോൾവേയും ഈ ഒരു ചെറിയ റൂമിലേക്കാണ് കണക്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുഞ്ഞു റൂമിൽ നിന്ന് വേറൊരു ഹോൾവേക്ക് കണക്റ്റ് ആണുള്ളത്, അതാണ് ഈ ഹോൾവേ. ഒക്കെ ഇവിടെ അങ്ങനെ തന്നെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ല എന്താണ്. എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ടെൻറ്റ് പോലെ ആക്കിയിട്ട് ഇവിടെ ഇവിടുന്ന് നല്ലൊരു ഫോട്ടോ എല്ലാം എടുത്താൽ നല്ല രസം ഉണ്ടാവല്ലേ. അപ്പം ഇവിടെ ഇതാ ലോകം മൊത്തം കറങ്ങിയിട്ട് കുറേ ഡോറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ലൈക്ക് ഓരോ കാലഘട്ടത്തിൻ്റെതായിരിക്കണം. ഇതിൽ നോക്കി കുറേ കൊത്തുപണികളെല്ലാം ആയിട്ടുള്ളതും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്
അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഒരു വിഷൻ, അയാൾക്കുണ്ടായ ഒരു ആഗ്രഹമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സാധനങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ കാണുന്നതല്ലേ. അപ്പോൾ അതൊരു ഐ മീൻ ഒരു ഡിഫറെൻറ്റ്, അയാൾക്ക് എന്തായിരിക്കും അയാൾ മനസ്സിലല്ലേ തോന്നിയിട്ടുണ്ടാവുക, എനിക്കിനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഇത് കുറേ ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പം ഒരു സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ, ഈ ഒരു തൂണും ഇതിൻ്റെ കൊത്തുപണികളും എല്ലാം നല്ല ഭംഗിയിൽ കളർഫുൾ ആയിട്ടുണ്ട്. എനിക്ക് കളർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടം. അപ്പം ഇത് നല്ല രസമുണ്ട് കളർഫുള്ളായിട്ട്. ഇതെല്ലാം കാണാൻ നല്ല ഉണ്ടല്ലോ ഈ ഒരു കൊത്തുപണിയെല്ലാം. ഈവൻ സ്റ്റെപ്സ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഐഡിയ എല്ലാം എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, ലോകം മൊത്തം കറങ്ങിയപ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതിൻ്റെ ഐഡിയ എല്ലാം. ഇവിടെ കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു സോഫ ഉണ്ട്, പിന്നെ നമ്മൾ താഴെ കണ്ടതുപോലത്തെ ഒരു സ്റ്റൂളും, പിന്നെ വീണ്ടും കുറേ വാളുണ്ട്. ഇവിടെ ഇതാ ഇവിടെ പലതരം വാളുകൾ വെച്ചിട്ട് കാണുന്നുണ്ട്. നമുക്കിതൊന്നും നിർത്താലോ, എനിക്കത് മതി, അത് നല്ല രസമുണ്ട് കാണാൻ. അത് അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ട് ഒന്ന് കണ്ട ആ മൂന്നാമത്തത്, അത് നല്ലുണ്ട്, നല്ല. ഇത് ഇവിടെ ഒരു ഗോൾഡൻ കവറായിട്ടുള്ളതൊന്ന്. ഓ ഇത് ഈടുമുണ്ട്, കുറേ ടൈപ്പുണ്ട് അച്ചു. ഇതെല്ലാം ഓ ഇതെല്ലാം ഓരോ നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടിയതായിരിക്കും. ഇത് മറ്റേ ചെമ്പ് ഇങ്ങനെ തന്നെ ഒരുക്കുണ്ടെന്ന്, ഈ കറുത്ത കളർ സാധനം. ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ട്. ആ വാളിൻ്റെ ആ ഒരു ഡിസൈനും ആ പെയിൻറ്റിങ്ങും ആ കളർഫുൾ, എന്ത് രസം. ഞാൻ ഇങ്ങനെ അതിനെ നോക്കി നിൽക്കായിരുന്നു, എന്ത് രസത്തിലാണ് ആ ഒരു ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ വിൻഡോസും ഉണ്ട് ആ മേലെ, നോക്ക് നല്ല ഉണ്ടല്ലേ. അടിപൊളി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഉണ്ടാക്കാൻ അത്ര ഈസി ആയിട്ടിരിക്കുമോ? ലൈക്ക് ഈസി ആയിരിക്കൂല, ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കൂലേ. ഐ മീൻ അയാൾക്കിത് ബിൽഡ് ചെയ്യാൻ എത്ര ടൈം, എത്ര ഡെഡിക്കേഷൻ, എത്ര ഐ മീൻ ആത്മാർത്ഥതയിൽ അയാൾ ഇത് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു ഇതിൻ്റെ പിന്നിലുള്ള പരിശ്രമവും, അയാൾ എത്ര ടൈം എടുത്തിട്ടുണ്ടാവുന്നു, അയാൾ എത്ര ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അപ്പം അസീർ മൗണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന 2 മില്യൺ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം 35 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ ടൈം അല്ലല്ലോ. അയാൾ ഒരു ഹോൾ ലൈഫ് ടൈമാണ് അയാൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത്. പിന്നെ അയാൾ ചിലവഴിച്ച പൈസ 80 മില്യൺ സൗദി റിയാൽ. ഓ മൈ ഗോഡ്, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര പൈസ ഉപയോഗിച്ചിട്ട് അയാളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതാണ് ഈ കാണുന്നത്. അത് കാണാനുണ്ട് ഇവിടെ ഒക്കെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതമായി ഇവിടെ വന്നിട്ട്. ലൈക്ക് നമ്മൾ തന്നെ ഫുൾ എന്താ പറയുക, ലൈക്ക് ഷോക്ക്. ഇവിടെ വന്നിട്ട് ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മൾ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും. ലൈക്ക് ഇവിടെ കുറേ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാവും, ലോകത്ത് നിന്ന് പല സ്ഥലത്തു നിന്നുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വരുമ്പോൾ. ഇവിടെ കാണുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. അപ്പം ഞാൻ കുറേ ബുക്ക് വായിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ എന്താ പറയുക, ലൈക്ക് ഞാൻ ആ ഒരു പ്ലേസ് ഇമാജിൻ ചെയ്യും എപ്പോഴും. അത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ആയിരിക്കും, ലൈക്ക് എൻ്റെ മുമ്പിൽ അതിങ്ങനെ നടക്കുന്ന പോലെയാണ് ഞാൻ ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ബുക്ക് വായിക്കുമ്പോൾ ചില ഒരു പാലസ് എല്ലാം നമ്മളിങ്ങനെ നമ്മൾ മൈൻഡിൽ തിങ്ക് ചെയ്യൂലേ, എങ്ങനെ ഉണ്ടാവും അത് കളർഫുള്ളായിട്ട്. അങ്ങനെയാണ് ഇതുള്ളത്. ലൈക്ക് ഞാനൊരു ബുക്ക് വായിച്ചൊരു പ്രതീതിയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. അപ്പം ആ ഒരു കളർ കോർഡിനേഷനും എല്ലാം നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഡോർ തന്നെ ഇവിടെ കാണാൻ പറ്റും. ലൈക്ക് നല്ല കളർഫുൾ ആക്കിയിട്ട് ഓരോ ഡോറും ഓരോ കളറാക്കിയിട്ടാണ് ഉള്ളത്. ലൈക്ക് ഡിഫറെൻ്റ് ആ ഒരു മാച്ചിങ് ചെയ്തത്, അതെല്ലാം നല്ലൊരു ക്രിയേറ്റീവ് ഐഡിയ ആണ് അയാളത് എന്തായാലും. അപ്പം ഇവിടെ ഒരു റൂം കണ്ടു. ഓക്കെ,
ഇതിനകത്ത് ഫുൾ അവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന അങ്ങനത്തെ ജ്വൽസിൻ്റെതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു മ്യൂസിയത്തിൽ പോയപ്പം അവിടുന്ന് അവരെനിക്ക് ഇട്ട് തന്നില്ലേ അരപ്പട്ടയും വളയെല്ലാം, അതുപോലെയുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മാലയും അരപ്പട്ടയും പിന്നെ റിങ് പിന്നെ എന്താ ബ്രേസ്ലെറ്റ് വള എല്ലാം ഉണ്ട് ഇവിടെ. ഒക്കെ നല്ല രസമുണ്ട്. ഇതിനെല്ലാം എടുക്കാൻ പറ്റുമോ? അപ്പം ഈ കൊട്ടാരം മൊത്തം 16 മില്യൺ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നതൊക്കെ. 16 മില്യൺ. അത് അയാൾ സ്വന്തമായിട്ട് ലോകം മുഴുവൻ പോയിട്ട് അന്താലൂസിയൻ ആൻഡ് അബ്ബാസിഡ് സിവിലൈസേഷൻ്റെ എന്താ പറയുക അതിൽ നിന്ന് എന്തു പറയും ഇൻഫ്ലുവൻസ് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത സാധനങ്ങൾ 16 മില്യൺ സാധനങ്ങളാണ് ഈ കൊട്ടാരം മുഴുവൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം അപ്പുറത്തെ റൂമിൽ വലിയ ആള് കണ്ടില്ലേ, ഇവിടെ ചെറിയ കത്തികളാണ് കേട്ടോ. നല്ല ഓറലായിട്ടുള്ള നല്ല രസമുണ്ട്. നമ്മൾ ഈ പഴയ മറ്റേ ഹിസ്റ്ററി മൂവീസിലെല്ലാം കാണലില്ലേ, അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇവിടെ പൈസ, ഇത് ഓൾഡ് പൈസ മാത്രമല്ല പുതിയതുണ്ടെന്ന് തോന്നല്ലേ ഇതിൽ. റിയാൽസ് സി 1 റിയാൽ 20 റിയാൽ. ഇത് പഴയ 20 റിയാലാണ്. പഴയ 20 റിയാൽ, പഴയ 10 റിയാൽ, 1 റിയാൽ. ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി. ഇത് ഇവിടെ എന്ത് പ്ലേറ്റെല്ലാം കാണുന്നുണ്ട്. ഈ പ്ലേറ്റ് അല്ല, ഇത് ഖുറാന്റെ കാലിഗ്രഫി ചെയ്ത് വെച്ചത്. ഇത് ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി കാലിഗ്രഫി നല്ല രസത്തിൽ ചെയ്ത് വെച്ചത്. എന്ത് രസം കാണാൻ. ഒരു ചെറിയ പ്ലേറ്റിൽ കാലിഗ്രഫി ചെയ്തത്. ഇത് എവിടെയുണ്ട് കുൽ കാലിഗ്രഫി. ഇത് കുല്ലു അല്ലാഹു അഹദിന്റെ കാലിഗ്രഫി. ഇത് കുല്ലൗദു ബിറബ്ബിൻ നാസ്. നല്ല രസമുണ്ടല്ലേ. അപ്പം ഈ കൊട്ടാരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഇതാണ് കേട്ടോ, ഫുൾ ഓഫ് പ്ലേറ്റിൽ ചെയ്ത കാലിഗ്രഫി. ഇത് നല്ല രസമുണ്ട്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് കോർണർ ഇതാണ്. ഇനി നമുക്ക് മറ്റേ ഫ്ലോറിലെല്ലാം പോയി നോക്കാല്ലേ. സെക്കൻഡ് ഫ്ലോർ പോവാം. അപ്പം ഇതാണ് സ്റ്റെപ്സ്. പക്ഷേ ഇവിടത്തേക്ക് നമുക്ക് അലോഡ് ഇല്ല. അവർ പറഞ്ഞു അത് ലോക്ക്ഡാണ്. ഇതിൻ്റെ ഓണർ ഉണ്ടെങ്കിൽ അവർ തുറന്നു തരും. അപ്പം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെ ഫസ്റ്റ് ഹാൻഡ് റിട്ടൺ കയ്യിലെഴുതിയ ഖുറാൻ്റെ കോപ്പി ഉണ്ട്. അത് ഇതിൻ്റെ മേലെ ഫ്ലോറിലാണ്. അതാണ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതാണ് ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെയും ആയിരക്കണക്കിന് വേറെയും ഖുറാൻ്റെ കോപ്പീസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക ഇസ്ലാമിക് മെഡിസിൻ, ഇസ്ലാമിക് ആസ്ട്രോണോമി, പിന്നെ ഇസ്ലാമിക് സയൻസസ്, മാത്തമാറ്റിക്സ് അതിൻ്റെയൊക്കെ ബുക്സ് ഇതിൻ്റെ മേലെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റൂല. അതിൻ്റെ ഓണർ ഇപ്പം ഇവിടെ ഇല്ല. അവരുണ്ടെങ്കിൽ അത് തുറന്നു തരുമെന്ന് ഇവിടുത്തെ എന്താ പണിക്കുള്ള അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് കാണാതെ പോലെ വരും. അപ്പം നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വിഷമത്തിലായി. എന്നിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പം പിന്നെ കൊട്ടാരത്തിൻ്റെ വേറെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ കൊട്ടാരത്തിൽ 365 ജനലുകളുണ്ട്. 365 ജനലുകൾ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഗതി നോക്കാൻ വേണ്ടിയിട്ടാണ്. സൂര്യൻ ഇങ്ങനെ കറങ്ങുമ്പോഴൊക്കെ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് 365 ജനലുകളുണ്ട്. പിന്നെ ഇവിടെ 365 തൂണുകളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ നല്ല കളർഫുള്ളായിട്ട് കൊത്തുപണി ചെയ്ത തൂണുകൾ. അത് 365 ഉണ്ട്. അത് എന്തിനു 365 ഉണ്ടാക്കിയത് അറിയോ? അത് 365 എന്ന് സൂചിപ്പിക്കുന്നത് ഓരോ ദിവസത്തിനാണ്. 365 ദിവസത്തിന് വേണ്ടിയിട്ട് 365 തൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഡോമുകളുണ്ട്. 7 ഡോം റെപ്രസെൻ്റ് ചെയ്യുന്നത് 7 കോണ്ടിനെൻസിനെയാണ്. നമുക്ക് 7 കോണ്ടിനെൻസ് ഇല്ല. അപ്പോൾ ആ 7 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 7 ഡോമുകൾ. പിന്നെ നമുക്ക് ഈ വാളിലെല്ലാം കാണുന്നില്ലേ ഈ കളർഫുൾ ഇതും പിന്നെ കുറേ കൊത്തുപണികളും കുറേ അലങ്കാര പണികളെല്ലാം, അതെല്ലാം ഉമയ്യാദ് ആൻഡ് അബ്ബാസിഡ് സിവിലൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അതെല്ലാം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങളടുത്ത് ഇതൊരു വില്ലേജ് ആണെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചത് അതൊരു കൊട്ടാരം, വില്ലേജിലുള്ളൊരു കൊട്ടാരം. ഓക്കെ, കൊട്ടാരത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ നടക്കുന്നുള്ളത്. ഈ ഒരു വില്ലേജ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 2 മില്യൺ കല്ലുകൾ, അസീർന്ന് കൊണ്ടുവന്ന 2 മില്യൺ കല്ലുകളും 35 വർഷം എടുത്തിട്ടും മൂപ്പരുണ്ടാക്കിയത്. ഇപ്പം ഞാൻ ആ വില്ലേജിൽ കൂടിയാണ് നടക്കുന്നത്. നല്ല കളർഫുള്ളായിട്ട് നല്ല രസമുള്ള വില്ലേജ്.
അപ്പോൾ ഈ വില്ലേജ് ആക്ച്വലി നമുക്കും ഇപ്പം എന്തെങ്കിലും നോമ്പ് കഴിഞ്ഞ സമയത്ത് എന്നാണ് പറഞ്ഞത്, നോമ്പ് കഴിഞ്ഞ സമയത്ത് നമുക്കിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ ഫുഡെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഈ വൈബെല്ലാം എൻജോയ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് കുറേ ഫാമിലീസ് ഇവിടെ വരാറുണ്ട് എന്നാണ് പറയുന്നത്. ലൈക്ക് ഇവിടെ ഫുൾ ക്രൗഡഡ് ആയിരിക്കും, ഇതുപോലൊന്നും അല്ല. ഇപ്പം അങ്ങനെ കുറേ ആളൊന്നുമില്ല, കുറച്ച് ടൂറിസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതുണ്ട് ഇവിടെ, അവിടെ കാണുന്നുണ്ട് അച്ഛൻ, നോക്ക്. അതെല്ലാം ബാർബിക്യൂ ആക്കുന്ന ഏരിയ ആണ് ഇവിടെ. എന്തായാലും പിന്നെ അയാളുടെ ആ ഒരു ഇത് സമ്മതിക്കണമല്ലേ, 35 കൊല്ലെടുത്ത് ഇങ്ങനത്തെ ഒരു വില്ലേജ് അയാളുടെ സ്വന്തം പേരിൽ വേണം എന്ന് പറഞ്ഞ് ഇതൊന്ന് ആക്കിയത്. നമുക്കൊന്ന് കെട്ടിയെങ്കിലോ നാട്ടിൽ നമ്മളെ പേരിൽ ഒരു വില്ലേജ് ഉണ്ടാക്കാം നമുക്കല്ലേ. അപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, അത് ഇവിടുത്തെ ഹോട്ടലാണ് അയാൾ ഉണ്ടാക്കിയത്. ഹോട്ടൽ നമുക്ക് താമസിക്കാനല്ല പറ്റുന്നത്, പക്ഷെ ഇപ്പം അത് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അത് ക്ലോസ് ആയിട്ടാണുള്ളത്. അപ്പം ഹോട്ടലിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം, മാത്രം ഈ ഒരു വ്യൂ ഇവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഹോട്ടലിൻ്റെ സൈഡിലായിട്ടാണ് ഈ കൊട്ടാരം വരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ ബാക്കിൽ, ഇതാണ് ആ കൊട്ടാരം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വേറൊരു സംഭവം കാണുന്നുണ്ട്. എല്ലാ ഡോറും അടിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഒരു ഡോറ് തുറന്നിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് കയറി നോക്കാം അല്ലേ. എന്താ അവിടെ ഒരു ഡോറ് തുറന്നിട്ടുണ്ട്. ഇതൊന്നുമില്ല, ഒരു റൂമും ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്, ഒരു ചെറുത്. ക്ലീനൊന്നുമില്ല, ഫുൾ കച്ചറായിട്ടാണുള്ളത്. ഈ ഒരു റൂമും ഒരു ബാത്റൂമും. എനിക്ക് തോന്നുന്നു ഇതും അവർ അവിടെ ഹോട്ടൽ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ട് ചെയ്തതായിരിക്കണം. ഇതിനകത്തൊരു ഇടവഴിയിൽ കാണുന്നുണ്ട്, പോയി നോക്കണം. ആ വാവ്, ഇത് നോക്ക് ഇവിടെ ഈ വ്യൂ. ഇത് നല്ലുണ്ടല്ലേ. അപ്പം ഈ വലിയ അൽമേജർ കൊട്ടാരവും പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഈ വില്ലേജും പിന്നെ ഹോട്ടലും എല്ലാം കണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർഫുൾ പ്ലേസ്. നമ്മൾ അപ്പം ഇവിടുന്ന് പോവാണ്, നമുക്ക് അൽബഹാക്ക് എത്തണം. സോ ഇപ്പം തന്നെ ഇവിടെ 12 മണിയായി, ഉച്ചക്ക് വിശക്കുന്നുണ്ട് നല്ല. ഇവിടെല്ലാം ചുറ്റിക്കറങ്ങി വീഡിയോ എല്ലാം എടുത്തിട്ട്. അപ്പോൾ പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ അബഹാക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും കൊട്ടാരെല്ലാം ഇഷ്ടമായില്ലേ, അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൗദിയിൽ ഒന്നുമില്ലയെന്ന് വിചാരിക്കേണ്ട, സൗദിയിലും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് വിസയിലെടുത്ത് എല്ലാവരും സൗദിയിലേക്ക് ഇങ്ങോട്ടേക്ക് വാ, എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് പൊളിച്ച് കറങ്ങിയിട്ട് ഒരു ഉംറെല്ലാം ചെയ്തിട്ട് പോയിക്കോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും